നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചട്ടിച്ചോറ്. ഇത് എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചട്ടിച്ചോറിന്. നമുക്കിത് ഹോട്ടലിലൊന്നും പോയി വാങ്ങി കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാം. കാരണം ഇതിൽ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചട്ടിച്ചോറിലേക്കുള്ള ചമ്മന്തി ആദ്യം നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, ചെറുതായിട്ട് ചനച്ച മാങ്ങയാണ്. ഇതുപോലെ ചനച്ച മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പകുതി മാങ്ങയൊക്കെ എടുത്താൽ മതി. മാങ്ങ ഞാനിത് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ റെസിപ്പി കൂടിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വിഷുക്കഞ്ഞിയുടെ കൂടെ ഈ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ചട്ടിച്ചോറിൻ്റെ കൂടെ ഈ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ഇനി ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഞാനൊരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് അധികം എരിവൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി തന്നെ വേണം, സവാള എന്നാകുമ്പോൾ ടേസ്റ്റ് കുറയും. പിന്നെ ഒരു 2 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകൊന്ന് നമുക്ക് ഇതിൽക്കൊന്ന് 2 ആക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു പിടി അതുപോലെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ ഉള്ളി മുളകും ചമ്മന്തിയൊക്കെ അരയ്ക്കണില്ലേ, ചതച്ചെടുക്കണില്ലേ, അതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും മാങ്ങാ ചമ്മന്തി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനി ഈ ചട്ടിച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയുടെ ഇല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മുരിങ്ങയുടെ ഇല ഊരി വെച്ചിട്ടുണ്ട്. ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് പരിപ്പ്, ഒരുപാട് പരിപ്പൊന്നുമില്ല, ഇത്തിരി പരിപ്പും കുറച്ച് ചക്കക്കുരുവും കൂടിയിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങ കൂട്ടാൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കറിക്ക്. അത് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കാരണം കുറേ കറി ഉണ്ടാക്കാൻ പോകണമെന്നില്ല. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മുരിങ്ങയില നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മുരിങ്ങയില വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ വേണ്ട, കാരണം പരിപ്പും ചക്കക്കുരും ഉള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയെ കൊണ്ടാണ്. ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ഒരു പോണ വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടുന്ന് സ്റ്റവ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്കൊന്ന് താളിച്ചൊഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ട്
ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നേരെ മിക്സ് ചെയ്യുക. നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏട്ടൻ വെജിറ്റേറിയൻ ആവുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് ചപ്ലി കബാബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില നിരത്തി ഇട്ട് കൊടുക്കുക. നമ്മൾ കുഞ്ഞൻ മത്തിയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നേരെ ആ കറിവേപ്പിലല്ലേ അതിൻ്റെ മുകളിലൂടെ നേരെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കും. ഇനി ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്കും ഓംലെറ്റിനുള്ളത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി സവാളയും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളകും കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മുട്ടയ്ക്ക് കുറച്ച് ഉപ്പും ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുട്ടയും കൂടിയും പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആവാം. ഇപ്പം നമ്മളുടെ മീൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് എണ്ണ തൂവി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീൻ അടച്ചു വെക്കേണ്ടെന്ന ആവശ്യമില്ല. ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അവിടെ ഫിഷും ഫ്രൈ ആയിട്ടുണ്ട്, ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്, ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ചിട്ട് ഈ ചോറിട്ട് കൊടുത്താൽ മതി. വാഴയിലയുടെ സ്മെല്ലൊക്കെ നല്ല അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയുള്ളൂ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചോറിട്ടിട്ട് ഇതേപോലെ ഒന്ന് നിരപ്പാക്കിയിട്ട് നല്ല നേരെ ഒന്ന് വൃത്തിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചടിയാണ്. കുറച്ച് പച്ചടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനലിലുണ്ട്. പിന്നെ അടുത്തത് ചക്കക്കൂട്ടാനാണ്. ചക്കക്കൂട്ടാൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി, ഓംലെറ്റും ഫിഷ് ഫ്രൈയും മുരിങ്ങക്കൂട്ടാനും എല്ലാം നല്ല ഭംഗിയിൽ നിരത്തിയിട്ട് സ്ഥലത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് കടുമാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ചട്ടിച്ചോറ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.